ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കോവിലകം മാമ്പഴ പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. പുളിശ്ശേരിയിൽ ഏറ്റവും ടേസ്റ്റായിട്ടുള്ളത് മാമ്പഴ പുളിശ്ശേരിയാണ്. ഇപ്പോൾ മാങ്ങയുടെ സീസണല്ലേ. മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാൻ പറ്റിയ മാങ്ങ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടാ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കാനായി ഞാൻ എടുത്തത് 9 പഴുത്ത മാങ്ങയാണ്. ഇതിനല്പം പുളിയും അതുപോലെ തന്നെ നല്ല മധുരമുള്ള നല്ല നാടൻ മാങ്ങയാണ്. ഈ ഒരു ടൈപ്പിലുള്ള മാങ്ങയാണ് കോവിലകം മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാനായി എടുക്കേണ്ടത്. ഇനി മാങ്ങയുടെ മൊത്ത് മുറിച്ചതിന് ശേഷം അതിൻ്റെ തൊലി ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ കളഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പോൾ മാങ്ങയുടെ തൊലി മുഴുവനായും കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ. ഇപ്പോൾ മാങ്ങ മുഴുവനായും ഇതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്തത്. ഇനി മാങ്ങ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ഗ്ലാസ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ മാങ്ങ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതിനെ ഒന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി അരമുറി തേങ്ങയാണ് ചിരകിയെടുത്തത്. ചിരകിയ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിതൊന്ന് അരച്ചെടുക്കാം. ഇനി അടുപ്പത്ത് വെച്ചിട്ടുള്ളത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നന്നായി ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം, അല്ലാന്നുണ്ടെങ്കിൽ മാങ്ങ അടിയിൽ പിടിക്കും. ഇനി ഇതിലേക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള വെല്ലമാണ് ചേർക്കുന്നത്. ശർക്കര എന്നും പറയും. അതിന് ശേഷം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മാങ്ങ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി. എന്നാൽ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ഫ്ലെയിം കൂട്ടി വെച്ച് ഇതിൽ വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റിച്ചെടുക്കരുത്. ഇത് സാവധാനം നന്നായി വെന്ത് വരണം. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മാങ്ങ അടിയിൽ പിടിക്കും. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. മാങ്ങ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മാങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒട്ടും തന്നെ തരിയില്ലാത്ത തരത്തിൽ നന്നായി അരച്ചെടുക്കണം. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ മാമ്പഴ പുളിശ്ശേരി നല്ല തിക്കായിട്ടാണ് വേണ്ടത്. കൂടുതൽ വെള്ളമായി പോകരുത്. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് ഇതിന് ഉപ്പൊക്കെ നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തൈര് ആവശ്യമായിട്ടുണ്ട്. ഞാൻ 3/4 ഗ്ലാസ് തൈരാണ് എടുത്തത്. ഇതിന് നന്നായി ഉടച്ചെടുക്കണം. ഇത് അത്രയധികം പുളിയില്ലാത്ത തൈരാണ്. കൂടുതൽ പുളിയുള്ള തൈരാണെങ്കിൽ ഇത്രയും ചേർക്കേണ്ടതില്ല. 1/4 ഗ്ലാസ്സൊക്കെ ചേർത്താൽ മതിയാകും. ഇത് നന്നായി ഉടച്ചെടുക്കണം. ഇപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഉടച്ചെടുത്ത തൈരിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള വറവ് തയ്യാറാക്കാം.
അതിനായി ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. പാത്രം ചൂടായതിലേക്ക് 1/2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യൊന്ന് മെൽട്ടായി വരട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഉലുവയൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഉലുവയുടെ കളറൊക്കെ മാറി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി 3 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിൽ ചേർത്തിട്ടുള്ള വറ്റൽമുളകും കറിവേപ്പിലയും ഒന്നും കരിഞ്ഞു പോകരുത്. ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വറവ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അല്പം പുളിയും മധുരവും എരിവുമൊക്കെയുള്ള നല്ല സ്വാദിഷ്ടമായ ഒരു കറിയാണിത്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഏറെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.